പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ശക്തിയോടെ എല്ലാവരും ഉപവാസത്തിലാണോ? പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിലായിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കരം ഉയർത്താമോ? നമ്മുടെ പ്രാർത്ഥന എന്തുവാ? ഉപവാസ പ്രാർത്ഥനയല്ലേ? ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയ്ക്ക് വന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ചുരുങ്ങിയ സമയം മാത്രമേ എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അല്പം ദൂരെ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ സമയത്ത് ചെല്ലുവാൻ കഴിയാത്ത നിലയിൽ യാത്ര ചെയ്യണം. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന് പകൽക്കാലം ഡിക്ലെയർ ചെയ്തതാണ് 6 മണിക്ക് പ്രാർത്ഥന ആരംഭിച്ച് 8 മണിയോടുകൂടെ അവസാനിപ്പിക്കുമെന്ന്. എന്നാൽ ഞങ്ങളുടെ കുമ്പനാടുള്ളതായിരിക്കുന്ന എലി സഭ ഒരു വലിയ സഭയാണ്, ഒത്തിരി മെമ്പേഴ്സുള്ള സഭയാണ്. അവിടെ പ്രാർത്ഥനയ്ക്കൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് മുൻപേ ദൈവമക്കൾ അവിടെ ആഗതരാകും. ആ സമയത്തിൻ്റെ ക്രമീകരണം മനസ്സിലാക്കി നമ്മൾ ആരും അനുഗ്രഹം കാത്തു നിൽക്കത്തില്ല. ദൈവത്തിന് തരുവാനുള്ള ഒരു സമയമുണ്ട്. നമ്മളതിൻ്റെ ഉത്സാഹം എത്രമാത്രം ദൈവസന്നിധി കാണിക്കുമോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള വിടുതലെന്ന് പറയുന്നത്. അത് ലഭിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി മാറണം. കർത്താവിൻ്റെ സന്നിധിയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഉത്തരവാദിത്വം ബോധം നമുക്ക് വ്യക്തിപരമായി ദൈവത്തോടുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ പാട്ടിൽ കേട്ടതുപോലെ, കർത്താവിൻ്റെ ദാസനെ പാടിയതുപോലെ, നമ്മുടെ ബന്ധനം നമ്മൾ തകർന്നവരായിട്ടായിരിക്കണം ഉപവാസം കഴിയുമ്പോൾ നമ്മൾക്ക് എഴുന്നേൽക്കുവാനിടയാകേണ്ടത്. പലരും ബന്ധിക്കപ്പെട്ടവരാ. ചൊവ്വേ നേരെ ഒന്ന് കൈയടിക്കാനോ, ഒന്ന് ശക്തമായിട്ടൊന്ന് പാടാനോ, ഒന്ന് ദൈവസന്നിധിയിലൊന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാനോ കഴിയാതെ നമ്മളെ ഒരു നിലയിൽ പറഞ്ഞിരുന്നാൽ ബന്ധിച്ച് വെച്ചിരിക്കുന്ന ഒരു അനുഭവമായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. അത് നിമിത്തമായി നിങ്ങളിൽ പലർക്കും രോഗത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ബുദ്ധിമാന്ദ്യതകൾ സംഭവിപ്പാൻ കാരണമായി തീരും. നിങ്ങളുടെ നന്മയെ കിട്ടുന്നതായിരിക്കുന്ന ചില കെട്ടുകൾ അഴിയപ്പെടാതെ നിരന്തരമായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ എത്രമാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്സുകരായി മാറുമോ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം വില കൊടുക്കാൻ അല്ലെങ്കിൽ സമയം വേർതിരിക്കുമോ, അത്രമാത്രം ദൈവം നമ്മുടെ മുൻപിലും അത്ഭുതങ്ങൾ ചെയ്യുവാനായി മനസ്സലിയും. പ്രൈസലോ. വെറുതെ ഒന്നും നമുക്ക് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വില കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ആരുടെയും മേലിൽ വെച്ച് കെട്ടിത്തരുന്ന ഒരു കാര്യമല്ല. അല്ലല്ലിയ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ ആരെല്ലാമാണോ അവരുടെ മേലിലെ ദൈവാത്മാവ് പകരപ്പെടത്തുള്ളൂ. പ്രൈസലോ. അല്ലല്ലിയ ഇന്ന് രാത്രിയിൽ അല്ലല്ലിയ ചുരുക്കം പേരാണ് ഇന്നത്തെ രാത്രിയിലെ കൂടിവരവെങ്കിലും ചുരുങ്ങിയ സമയമേ എനിക്ക് ദൈവസന്നിധിയിൽ ലഭിച്ചിട്ടുള്ളെങ്കിലും അല്ലല്ലിയ നിങ്ങളുടെ ആത്മീയ ഒരുക്കത്തിന് വേണ്ടി ദൈവവചനത്തിൻ്റെതായിരിക്കുന്ന പ്രത്യേകത പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പകൽകാലം ഓർപ്പിച്ചത് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ 4 ഗുണങ്ങൾ. അല്ലല്ലിയ കൊർന്നല്യോസിനെ കുറിച്ച് അല്ലല്ലിയ അവന് ജോലി, ഉന്നതമായ ജോലി, ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ അല്ലല്ലിയ അവൻ ഏറ്റവും മുൻതൂക്കം കൊടുത്തത് പ്രാർത്ഥനയ്ക്ക്. പ്രൈസലോ. അവൻ്റെ ജോലിയേക്കാൾ ഉപരിയായി, അവൻ്റെ പദവിയേക്കാൾ ഉപരിയായി അവൻ ഏറ്റവും മുൻതൂക്കം കൊടുത്തത് പ്രാർത്ഥനയ്ക്ക്, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ആ ബന്ധം അല്ലല്ലേ ഒരു ദിവസം കൊണ്ട് അല്ല, അവൻ്റെ ജീവിതത്തിൽ അവൻ സമയം വ്യക്തിപരമായി ദൈവത്തോട് വേർതിരിച്ച് 6 മണി നേരത്തും 9 മണി നേരത്തും 12 മണി നേരത്തൊക്കെ അവൻ പ്രാർത്ഥിക്കുവാൻ സദാ സന്നദ്ധനായി. അവൻ മാത്രമല്ല, അവൻ്റെ കുടുംബം മുഴുവനായി. ഞാൻ പകൽക്കാലം ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബ പ്രാർത്ഥന വളരെ ശ്രദ്ധിക്കണം. പ്രൈസലോ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ നന്മ നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്നതായ ശത്രുവിൻ്റെ ചില കടന്നാക്രമണങ്ങൾ വരും. എന്നാൽ നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ക്രമീകരണം എന്ന് പറയുന്നത് 6 വിധത്തിലുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് ദൈവവചനം നമ്മോട് പറയുന്നുണ്ട്. ഒന്നാമത്തേത് അല്ലെങ്കിൽ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥന. അത് നമ്മുടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ വിശേഷം 18-ാം അധ്യായം അവിടെ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നു. ആരംഭം വായിക്കുന്നത് അവിടെ മടുത്തു പോകാതെ എന്ത് ചെയ്യണമെന്നാ? പ്രാർത്ഥിക്കണമെന്ന. അല്ലല്ലിയ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അല്ലല്ലിയ നമുക്ക് മടുപ്പവും ഉറക്കവും വരുന്ന ഏത് കാര്യത്തിനാ?
ഹല്ലേലൂയ. മൊബൈൽ നോക്കുമ്പോൾ നമുക്ക് മടുപ്പം വരുമോ? ആരെങ്കിലും നമുക്ക് നേരെ എന്തെങ്കിലും ഹല്ലേലൂയ കാര്യങ്ങൾ ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മളത് ഹല്ലേലൂയ ഉറക്കം തൂങ്ങിയിരിക്കുമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാത്ത കാര്യങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറക്കം വരുമോ? ഹല്ലേലൂയ. നമുക്ക് ഉറക്കം വരുന്ന ഒരു സമയം ഹല്ലേലൂയ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ കൺപോളകൾക്ക് ഉറക്കം കൊണ്ടുവന്ന് നിങ്ങളുടെ ശരീരത്തെ ക്ഷീണപ്പെടുത്തുവാൻ നോക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്നതായ ചില വിടുതലുകളെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ശത്രു നിങ്ങളുടെ ശരീരത്തോട് നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളോട് പോരാടുന്നതായ ഒരു പോരാട്ടത്തിൻ്റെ അനുഭവത്തിൽ കൂടെയാ നാം കടന്നു പോകുന്നുള്ളത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ മടുപ്പം വരാതെ സൂക്ഷിക്കാനുള്ളതായ ഒരു പ്രാർത്ഥനയുടെ ഒരു ക്രമീകരണമാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആധികാരികമായി പറയുന്നത്. എന്താണ് പറയുന്നത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മടുത്തം പ്രാർത്ഥനയിൽ വരരുത്. ഹല്ലേലൂയ. എത്ര പേരാ ഹല്ലേലൂയ ഒരു അരമണിക്കൂർ ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നത്? ഹല്ലേലൂയ. പോട്ടെ, ഒരു 5 മിനിറ്റ് ഏകാഗ്രതയോടൊന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് ശ്രദ്ധ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ കണക്ഷൻ ദൈവസന്നിധിയിലേക്ക് ക്രമീകരിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. മഹാകവി പറയുന്നത് പോലെ വിളിക്കച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു പക്ഷി ഹല്ലേലൂയ ഹൃദയം വല്ല കുണ്ടിലുമായിരിക്കും. നമ്മളിവിടെ ആളത്വപരമായിട്ടുണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ച് അതിവിദൂരത്തിലേക്ക് വരെയും ശത്രു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ചിന്തകളെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടുത്തി നമ്മുടെ ജോലി കാര്യങ്ങളെയൊക്കെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തി നാം ഉത്സുകരായി ദൈവസന്നിധിയോട് അടുത്തു വന്ന് ഹല്ലേലൂയ മുട്ടിപ്പായി പ്രാർത്ഥിപ്പാൻ തുനിയുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വിടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ, നമുക്കൊരു നന്മ പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. വില കൊടുത്തെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ നിന്ന് നന്മ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കരയുന്ന കുഞ്ഞിനെ എന്തുള്ളൂ? പാല് കൊടുക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ വെറുതെ കിട്ടുന്ന നന്മയല്ല വിടുതൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ നിലവിളിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഈ ദൈവദാസി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഹൃദയം നുറുങ്ങിയവർക്കാണ് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുക്കം ആർക്ക് വരും? ഇന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയിൽ കണ്ണുനീർ ആർക്ക് വരും? ഹല്ലേലൂയ. ഒരു ചുഴുക്കുറ്റി പ്രാർത്ഥനയല്ലേ നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്നത്? സാധാരണ നമ്മൾ ദിനംതോറും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ വെച്ച് നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുക. എന്താണ്? നിന്റെ കുഞ്ഞിന് അനുഗ്രഹം ഉണ്ടാകണം, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിയെ ദൈവം തുറക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മമണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. കർത്താവേ, എന്നെ ആത്മീയമായി ഒന്ന് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പകർച്ച എന്നിലേക്ക് ദൈവം തരണമേ, ആ അഭിഷേകത്തിൻ്റെ ശക്തി എന്നിലേക്ക് ഇറക്കണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയോട് അടുത്ത് എന്നിട്ട് പരിശുദ്ധാത്മ നിറവോടെ അന്യഭാഷയിൽ ദൈവത്തോട് എത്ര പേർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്? അതാണ്, അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നെങ്കിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിജയമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അല്ലെങ്കിൽ ആരോട് സംസാരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നത്? ദൈവത്തോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മാത്രമല്ല തനിക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ആത്മീയമായ വർധനവ് വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അഭിഷേകം പ്രാപിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇത് മറ്റാർക്കും തിരിച്ചറിയാൻ വയ്യാത്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ അഭിഷേകം പ്രാപിച്ച ദൈവപൈതനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നു, പുഷ്ടി നിമിത്തം മുഖങ്ങൾ തകർന്നു പോകും. നീ ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിച്ചവനെങ്കിൽ നീ ഒറ്റയ്ക്ക് നിന്ന് ആത്മനിറവോടെ ദൈവത്തെ ആരാധിപ്പാനിടയായാൽ നിന്നിൽ വ്യാപരിക്കുവാൻ ദുഷ്ടൻ കെട്ടിയ എത്ര കെട്ടുകളുണ്ടെങ്കിലും അത് സ്വയമേ അഴിഞ്ഞു മാറാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പ്രാരംഭ സമയങ്ങളിലൊക്കെ പുനലൂരിനടുത്ത് ഒരു പുതിയ പ്രവർത്തനമെടുത്ത് പ്രവർത്തിക്കാൻ പോയി. അവിടെ അനേക ഭവനങ്ങൾ, ഹിന്ദുക്കളുടെ ഭവനങ്ങൾ, പോറ്റിമാരുടെ ഭവനങ്ങൾ, പൂജാരികളുടെ ഭവനങ്ങൾ, മർത്തോമാക്കാരുടെ ഭവനങ്ങൾ, ഓർത്തഡോക്സുകാരുടെ ഭവനങ്ങളൊക്കെ കയറി ഇറങ്ങി സുവിശേഷം പറയാനും ട്രാക്റ്റുകൾ കൊടുക്കാനൊക്കെ കടന്നുപോയി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു മർത്തോമ കുടുംബത്തിൽ ഒരൊറ്റ മകനേ ഉള്ളൂ. ഒരു സുവിശേഷകനും അങ്ങനൊന്നും ചെന്നിട്ടില്ല അവർ പറയുന്നത്. വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന ഒരു ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഏക മകനേ ഉള്ളൂ. ആ കുഞ്ഞിന് ഉറക്കമില്ല, അവന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല,
അവനെ കൊണ്ട് ഇവർക്ക് എങ്ങോട്ടും പോകാനും പറ്റത്തില്ല, ഒരു തരത്തിലും അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഞാനവിടെ സന്ദർശിക്കുമ്പോൾ, ട്രാക്ട് കൊടുക്കുമ്പോൾ, ഈ ബാബു എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞത്, പാസ്റ്ററെ, ഞങ്ങൾക്കിനി ഇവനെ കൊണ്ടുപോകാൻ ഒരു സ്ഥലവുമില്ല, പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി, ഞങ്ങൾ മടുത്തു, പണം ചെലവാക്കാവുന്നിടത്തോളം ഞങ്ങൾ ചെലവാക്കി, പല നേർച്ചകളും ഹിന്ദുക്കൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്തു നോക്കി, പല കാര്യങ്ങൾ ചെയ്തു നോക്കി, നമ്മുടെ ക്രിസ്തീയ രീതിയിൽ ഉപവസിക്കണമെന്ന് പറഞ്ഞു, നൊയമ്പ് നോക്കണമെന്ന് പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു നോക്കിയിട്ടും ഈ കുഞ്ഞിന് ഒരു വിടുതലുമില്ല. എന്താണ്? ഹല്ലേലൂയ, അല്പമായിട്ട് ഒരു 3.5 അടി 4 അടി പൊക്കമുള്ളതായിരിക്കുന്ന ഈ കുഞ്ഞ് ചില സന്ദർഭങ്ങളിൽ നോക്കുമ്പോൾ പെട്ടെന്ന് യവൻ്റെ രൂപം അങ്ങ് മാറും. രൂപം മാറുന്ന മാത്രമല്ല, യവന് ബോൾ പോലെ അങ്ങ് ആകും. അല്ലെങ്കിൽ ഇത് മനുഷ്യനാണോ മറ്റെന്തെങ്കിലും ജീവിയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത നിലയിൽ അല്ലെങ്കിൽ ഈ കുഞ്ഞങ്ങ് രൂപമാറ്റം വരും. അതുപോലെ അല്ലെങ്കിൽ പിശാച് ഈ കുഞ്ഞിനെ ബന്ധിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇത് അല്ലെങ്കിൽ രോഗനിമിത്തമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കേസല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് എത്രമാത്രം അധികം പ്രയാസമുണ്ടോ അതെല്ലാം എൻ്റെ അടുക്കലോട്ട് കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങൾ മറ്റൊരിടത്ത് കൊണ്ടുപോയി പരാജയപ്പെട്ട് നിരാശപ്പെട്ട് കിടക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യമില്ല. പക്ഷേ ദൈവം പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനപ്രകാരം നീ വിശുദ്ധനായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വിശ്വസ്തനായി തീരണം. ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറുള്ളവനായി മാറണം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ബാബുവിനോട് ഹല്ലേലൂയ പറയാനിടയായി, സഹോദര, നിങ്ങൾ മാർത്തോമാക്കാരനാണെങ്കിലും നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിപ്പാൻ തയ്യാറാകും. ഭാര്യ ഭർത്താവ് നിങ്ങൾ രണ്ടുപേരും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കൂ. നിങ്ങൾ മാർത്തോമ പാരമ്പര്യമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പാരമ്പര്യക്കാരെന്നൊക്കെ പറഞ്ഞു പോകാതെ നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കൂ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപം ചെയ്യാൻ പറ്റത്തില്ല. യേശു പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ. അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ ഇടയായാൽ അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിന് പരിഹാരം യേശു തരും. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിപ്പാൻ തയ്യാറായാൽ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ യേശുവിൽ പൂർണ്ണമായി രക്ഷപ്പെടുവാൻ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം കൊടുക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനൊന്നും ആരും വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പാസ്റ്റർ. ഹല്ലേലൂയ. എന്നാൽ പറഞ്ഞു, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽകാലം നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആഴമായൊരു പാപബോധമുണ്ടായി ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് ഹല്ലേലൂയ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ തയ്യാറായാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് ദൈവം ദാനമായി തന്ന ഈ കുഞ്ഞ് നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങളെ കുടുംബത്തിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഹല്ലേലൂയ ഈ കുഞ്ഞിന് നേരെ വരുന്നതായിരിക്കുന്ന ആ ദുരാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് സ്പഷ്ടമായി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയും അതിൻ്റെ മേൽ നിങ്ങൾ ശാസിച്ച് ഈ കുഞ്ഞിൽ വിടുതൽ അനുഭവിക്കുന്നത് കാണാൻ ദൈവം അവസരം തരുമെന്ന് ഹല്ലേലൂയ ആ ബാബുവിനോട് പറയുവാനിടയായി. അത് അവർ ഏറ്റെടുത്തു. അവർ രണ്ടുപേരും കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനമാകുന്ന സ്നാനം അവരേറ്റു. ഹല്ലേലൂയ. അനന്തരമായി അവർ കുടുംബത്തിൽ അവർ ഭാര്യ ഭർത്താവ് രണ്ടുപേരും കരം കൊടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ പ്രാർത്ഥനയിൽ അവർ രണ്ടുപേരും അഭിഷേകം പ്രാപിപ്പാനിടയായി. ഒരുപോലെ രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഇടയായി കഴിഞ്ഞപ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി അവരിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം കടന്നു വന്ന് അവനെ ഒരു രൂപഭേദം മാറ്റി അവൻ്റെ ജീവിതത്തെ തകർക്കാൻ നോക്കിയതായ ആ പൈശാചിയന്റെ ശക്തി അവരുടെ കൺമുൻപിൽ അവർ കാണുവാനിടയായി. ഈ കുഞ്ഞ് അവർ രൂപമാറ്റം വരുന്നത് കാണുവാനിടയായപ്പോൾ അവർ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അന്യഭാഷാ ഭാഷണത്തോടെ അല്ലെങ്കിൽ ആ പൈശാചി ബന്ധനത്തെ അവർ മാതാപിതാക്കൾ ഒരുമിച്ച് ശാസിപ്പാനിടയായി. ആ കുഞ്ഞിന് അന്ന് മുതൽ ദൈവം സൗഖ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടവരായി അല്ലെങ്കിൽ ബുദ്ധിയോട് അല്ലെങ്കിൽ ഭാവിയോട് അല്ലെങ്കിൽ പോരാടി അല്ലെങ്കിൽ ജീവിതത്തിൽ
മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മളെ തളർത്തുവാൻ നോക്കുന്നതായിരിക്കുന്ന ചില പാരമ്പര്യത്തിന്റെ പൈശാചികമായ അല്ലെങ്കിൽ യാഥീയമായ ചില വിളിച്ചു നേർച്ചയുടെ അല്ലെങ്കിൽ ആഭിചാരത്തിന്റെ ബന്ധന ശക്തിയെ നമ്മളിൽ നിന്ന് കെട്ടടിഞ്ഞു മാറി നാം കെട്ടടിയപ്പെട്ടവരായി ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ തയ്യാറായ ചില വിടുതലുകൾ ഈ ദൈവസഭയിൽ ദൈവം നടത്താൻ പോകുകയാണ്. അല്ലെങ്കിൽ നീണ്ട ഉപവാസങ്ങൾ പിൽക്കാലങ്ങളിൽ ക്രമീകരിക്കുമ്പോൾ ചില അത്ഭുതങ്ങളിൽ സഭയിൽ നടക്കാൻ പോകുകയാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവജനം അഭിഷേകം പ്രാപിപ്പാൻ തയ്യാറാകുക, ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുവാൻ തയ്യാറാകുക. അല്ലെങ്കിൽ നമ്മൾ പാടിയാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ പുഷ്ടി വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ പുഷ്ടി നിമിത്തം മുഖങ്ങൾ തകർന്നു പോകും. ചില മുഖങ്ങളായി അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിമണ്ഡലങ്ങളും നമ്മുടെ തലമുറകളിലും കെട്ടിയിരിക്കുന്നതായ ചില ബന്ധനക്കെട്ടുകളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ തകർത്തു മാറ്റേണ്ടതിനു വേണ്ടി, നമ്മുടെ അല്ലെങ്കിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി, നമ്മുടെ സഭ ഒരുക്കപ്പെടേണ്ടതിനു വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അഭിഷേകത്തോടെ അല്ലെങ്കിൽ പുഷ്ടിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസങ്ങൾ ദൈവജനം ഒരുക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അവിടെ നമ്മൾ വായിക്കുന്നത്, ഒന്ന് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ദിവസം കാര്യം വരുമ്പോൾ, ഏതെങ്കിലും വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്നല്ല. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ സമയത്തിൻ്റെ ക്രമീകരണത്തിൽ ആ ഭാഗം കൂടെ ഒന്ന് ടച്ച് ചെയ്യാം. ഞാൻ ഓർപ്പിച്ചത്, മുന്നറിയിപ്പുകൾ ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടെ വചനത്തിൽ കൂടെ നമുക്ക് സംഭവിപ്പാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരിൽ കൂടെങ്കിലുമൊക്കെ ദൈവം തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരും കാലങ്ങളിൽ സഭയിൽ സംഭവിപ്പാൻ പോകുന്നത്, കുടുംബങ്ങളിൽ സംഭവിപ്പാൻ പോകുന്നത് മുൻകൂട്ടി ദൈവം അതാത് സമയങ്ങളിൽ ദൈവദാസന്മാരെ അയച്ച് അല്ലെങ്കിൽ അറിയിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനിൽ കൂടെ ദൈവം മുൻകൂട്ടി നമുക്ക് വേണ്ട ആലോചന പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. ഞാൻ ഓർപ്പിക്കുന്നത്, അല്ലെങ്കിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് ലഭിച്ചിട്ടും നമ്മളത് നിസ്സാരമാക്കി കളഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം അറിയിക്കാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മുന്നറിയിപ്പുകളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിസ്സാരവൽക്കരിക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന വേളയിൽ ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ആലോചന പരസ്യമായി പറയുവാനിടയായി. അവിടെ ഒരു യുവാവിനോടുള്ള ബന്ധത്തിലാണ്. അവന് പൈലറ്റാകാൻ പഠിച്ചു, അവനത് നല്ല രീതിയിൽ പാസ്സായി. എന്നാൽ അവൻ പഠിച്ചു വന്ന സമയം വരെയും അവൻ ദൈവവചനത്തിൽ കറതിരാത്ത നിലയിൽ, അതിൻ്റെതായ നിലയിൽ അവൻ പോകുന്നിടത്ത് ജീവിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും അവൻ ആരാണെന്ന് മറ്റുള്ളവരെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവർ തികഞ്ഞ ദൈവപൈതലായി തീർന്നുകൊണ്ടിരുന്നു. എന്നാൽ അവന് സാഹചര്യം മാറിക്കഴിഞ്ഞപ്പോൾ, അവൻ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബുദ്ധിയെ പിശാച് കവർന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കവർന്നപ്പോൾ അല്ലെങ്കിൽ അവനോട് ദൈവാത്മാവ് ഇടപെട്ടത് ഇങ്ങനെയാണ്. എന്താണെന്നറിയാമോ? നീ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് റൂട്ട് മാറി പോകാനുള്ള സാധ്യതകളുണ്ട്. പിശാചിന്റെ ബുദ്ധിമണ്ഡലത്തെ മറിച്ചു കളഞ്ഞിട്ട് ആകാത്ത ചില ദുർചിന്തകൾ നിന്റെ മനസ്സിൽ കൊണ്ടുവന്ന് നിന്നെ തെറ്റിച്ചു കളവാൻ പതിയിരിപ്പുകളുണ്ട്. നിന്റെ നന്മകളെ തടസ്സം ചെയ്യുവാൻ നോക്കുന്ന ചില പതിയിരിപ്പുകളുണ്ട്. അത് ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് നീ ആലോചന പ്രകാരം അല്ലാതെ ചുവട് വയ്ക്കരുതെന്ന് അവനോട് ആലോചന പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവന് അത് കേട്ടു എന്നുള്ളതല്ലാതെ അവൻ്റെ ഹൃദയത്തിൽ അത് കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. കാരണം ഞാൻ ആ ദൂത് അറിയിച്ചു, എനിക്ക് മസ്കറ്റിലേക്ക് പോകാൻ ഇടയായി. അവൻ പൈലറ്റായി, അവനൊരു പ്ലെയിൻ പറത്തി അവൻ്റെ അപ്പനെയും കൊണ്ട് വളരെ മണിക്കൂറുകൾ അവൻ യാത്ര ചെയ്തു. പക്ഷേ മുൻകൂട്ടി അറിയിച്ചതായിരിക്കുന്ന ഒരു കാര്യം അവനോട് പറഞ്ഞു, റൂട്ട് മാറിപ്പോയാൽ, ദൈവീയ ആലോചന വിട്ടുപോയാൽ നിന്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ നീ ഇവിടെ കാണത്തില്ല.
അവനോട് ആ ദൂത് പറഞ്ഞു, മുന്നറിയിപ്പ് അവഗണിച്ചു. ഞാൻ മസ്കറ്റിൽ OPAയിൽ ദൈവവചനം ശുശ്രൂഷിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് ഫോൺ ചെയ്യുന്നു, അച്ഛാ ഒരു വേദനയുടെ വാർത്ത കേൾക്കണം. ഞാൻ പറഞ്ഞു, എന്താണ്? ആ മോൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് അപകടത്തിൽ തകർന്നു പോയി. അവനോട് കൂടെ ഒരു സിനിമാ നടിയും കൊണ്ട് അവൻ ഫ്ലൈറ്റ് യാത്ര ചെയ്തത്. അവന് പോകേണ്ടതായിരിക്കുന്ന റൂട്ടല്ലായിരുന്നു അത്. റൂട്ട് മാറി അവൻ യാത്ര ചെയ്യുവാനിടയായപ്പോൾ അല്ലെങ്കിൽ ആ ഹെലികോപ്റ്റർ തകർന്നു പോകാനിടയായി. ആ ഹെലികോപ്റ്ററിൻ്റെ തകർച്ചയിൽ ആ സിനിമാ നടിയും അവനും അതോടുകൂടെ തകരുവാനിടയായി. മുന്നറിയിപ്പുകൾ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. ദൈവദാസന്മാർ ദൈവത്തിൻ്റെ ആലോചന അല്ല മുൻകൂട്ടി സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു സഭയിൽ ഒരു ആലോചന അറിയിപ്പാനിടയായി. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെടുന്നതായ കാഴ്ച അല്ലെങ്കിൽ കാണുന്നു. സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവസഭ അന്നേരം ഒന്ന് പ്രാർത്ഥിച്ചെങ്കിലും ഹല്ലേലൂയ ചെന്നുകൂടാത്ത ഇടത്ത് ഹല്ലേലൂയ വെള്ളത്തിൽ ചാടി ഒരു ചെറുപ്പക്കാരൻ മരിക്കുവാനിടയായി. ഹല്ലേലൂയ. തൃശ്ശൂർ നെല്ലിക്കുന്ന് സഭയിൽ ഹല്ലേലൂയ അവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവദാസൻ മുന്നറിയിപ്പ് കൊടുത്തു. ഹല്ലേലൂയ. പ്രയോജനപ്പെടേണ്ടതായ ഒരു യുവാവ് ഹല്ലേലൂയ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെടുന്നു. അതിന് കാരണമാകരുത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു മാത്രമേ നീങ്ങാവൂ എന്ന്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ മുട്ടിപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വിഷയത്തിന് മറുപടി കിട്ടുന്നത് വരെയും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഒരു വിഷയം ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളയരുത്. മറുപടി ഇല്ലാത്ത ഒരു വിഷയവും ദൈവസന്നിധിയില്ല. ഏത് വിഷയത്തിനും മറുപടി ദൈവസന്നിധിയിലുണ്ട്. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന ഏത് വിഷയമാണെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മറുപടിയുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ വിശ്വസിക്കണം, ദൈവസന്നിധിയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടിയുണ്ട്. അത് ഉപവാസ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ദൈവജനം ഒരുമിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സമയം വേർതിരിച്ച് പൂർണ്ണമായി ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ വേറിട്ട് പ്രാർത്ഥിപ്പാൻ തുടങ്ങിയാൽ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഐകമത്യപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ സഭയിൽ വലിയ വിടുതലുകൾ സംഭവിക്കും. ദൈവീയമായ അനുഭവങ്ങൾ സഭയിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ ഭാഗം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, രണ്ടാമത്തെ ഭാഗം യാചിച്ചു പ്രാർത്ഥിക്കുക, മൂന്നാമത്തെ ഭാഗം ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക, നാലാമത്തെ ഭാഗം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വചനം എടുക്കുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നങ്ങൾ നിറയുന്നതായ ചുറ്റുപാടിൽ നമുക്ക് എസ്തേറിന്റെ പുസ്തകം 4:16 വാക്യം ഒന്ന് പെട്ടെന്ന് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഹല്ലേലൂയ വളരെ പ്രശ്നമായ ഒരു സമയം, വളരെ പ്രതികൂലമായി നിൽക്കുന്നതായ ഒരു വിഷയം എന്താണ്? യഹൂദ ജനത്തിനു മുഴുവനും നേരെ ഹല്ലേലൂയ ഒരു ഹാമാൻ ഹല്ലേലൂയ നിയമം പ്രഖ്യാപിച്ച് ഹല്ലേലൂയ യഹൂദനായിരിക്കുന്ന മൊർദെഖായിയെ തൂക്കിക്കളയത്തക്ക നിലയിൽ, കൊല്ലത്തക്ക നിലയിൽ ഒരു കഴുകുമരം ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ അവന്റെ കഴുകുമരം അവന് നേരെ ഹല്ലേലൂയ വരത്തക്ക നിലയിൽ ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയുടെ ശക്തി അവിടെ ഉയരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത? 4:16 ഒന്ന് പെട്ടെന്ന് വായിച്ച് ഹല്ലേലൂയ അവിടെ വായിക്കുമ്പോൾ നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി. നമ്മൾ ഈ പ്രാർത്ഥനയിൽ എപ്പോഴാ ഒന്നിക്കാറുള്ളത്? നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. എവിടാ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഒന്നിക്കുന്നത്? നമ്മുടെ വീട്ടു പ്രാർത്ഥനയിലാണെങ്കിലും ഇപ്പോഴീ മൊബൈലൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്തെങ്കിലും ഈ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ എത്ര പേരിരിക്കും? ഇതിനിടയ്ക്കൊരു കോള് വന്നിരുന്നാൽ ഓടിപ്പോയി അത് അറ്റൻഡ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ വേറിട്ടെടുക്കുന്ന സമയം നമ്മൾ ക്രമീകരിക്കാൻ തയ്യാറാകണം. 2, നമ്മുടെ ശ്രദ്ധ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമായിരിക്കണം. മറ്റൊരിടത്തേക്ക് എന്തെല്ലാം സംഭവിച്ചാലും പോകാൻ ഇടയാകരുത്. ഞാനിത് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെ മൂവാറ്റുപുഴ നടന്നായിരിക്കുന്ന ഒരു സംഭവം, എൻ്റെ സ്നേഹിതനായ ഒരു ദൈവദാസൻ അവിടെ ശുശ്രൂഷിക്കുക.
അദ്ദേഹം അവിടെ എടുത്ത പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവിടെ കത്തോലിക്കയിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്നൊക്കെ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നു. താൻ അവിടെ സ്ട്രിക്റ്റായിട്ട് പ്രാർത്ഥനയുടെ ക്രമീകരണം ചെയ്ത് ജനത്തെ ഒരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വർഷാവസാന പ്രാർത്ഥനയിൽ ഒരു 7 ദിവസത്തെ ഉപവാസം അവിടെ ക്രമീകരിച്ചിരിക്കുക. ഏറ്റവും ഹിന്ദുക്കളിൽ പ്രയോജനപ്പെട്ടതായിരിക്കുന്ന വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ ചില വ്യക്തികൾ അവിടെ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വരാനിടയായതോടുള്ള ബന്ധത്തിൽ അവർ കാര്യങ്ങളൊക്കെ ക്രമീകരണം ആസൂത്രണം ചെയ്തു. അല്ലെങ്കിൽ ഈ ചർച്ചിന് നേരെ അവിടെ ആരാധിക്കാൻ വരുന്നതായ ജനത്തിനെ അല്ലെങ്കിൽ കൈബോംബ് എറിഞ്ഞ് മാരകമായിട്ട് അവർ ഉപദ്രവിക്കത്തക്ക നിലയിൽ അവർ പദ്ധതിയിട്ട് ബോംബുകളൊക്കെ നിർമ്മിച്ച് ഈ വർഷാവസാന പ്രാർത്ഥനയിൽ അവർ കൂട്ടമായിട്ട് ഈ ബോംബുമായിട്ട് ആ ഹോളിൻ്റെ അടുത്തേക്ക് വന്നു. അവർ വന്നിട്ട് സൗകര്യം നോക്കി ഇതെറിയാനായിട്ട് കാത്തു നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവദാസൻ മുൻകൂട്ടി കൊടുത്തതായിരിക്കുന്ന ആ അനുസരണത്തിൽ ദൈവജനം മറ്റൊരിടത്തേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നില്ല. ഹല്ലേലൂയ ദിവസങ്ങളായി അവർ ചില പ്രത്യേക വിഷയങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ ദൈവസഭയ്ക്ക് നേരെ ഹല്ലേലൂയ ഉപദ്രവിക്കാൻ നോക്കുന്നതായ വ്യക്തികളെ ദൈവം സന്ദർശിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവദാസൻ കൊടുത്ത നിർദ്ദേശപ്രകാരം ഹല്ലേലൂയ ആ ദൈവസഭ മറ്റൊരിടത്തേക്കും ചിന്തിക്കാതെ ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ വർഷാവസാന പ്രാർത്ഥനയിൽ ഒരു സംഭവം നടന്നു. ഹല്ലേലൂയ ഒരു വ്യക്തി ജനലിനകത്തൂടെ ഒരു കൈ ബോംബ് അകത്തേക്ക് എറിയുവാനിടയായി. എന്നാൽ ആ ബോംബ് ഹല്ലേലൂയ ഹോളിനകത്തേക്ക് വന്നില്ല. ഈ ബോംബ് ആ ജനലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് തട്ടിയിട്ട് എറിഞ്ഞവൻ്റെ കയ്യിൽ വന്ന് പൊട്ടുവാനിടയായി. അവൻ്റെ കൈപ്പത്തി ചിതറിപ്പോകാനിടയായി. അവിടെ രക്തത്തിൽ കുളിച്ച് ഹല്ലേലൂയ വന്നതായിരിക്കുന്നവൻ്റെ ഗ്രൂപ്പ് ഉൾപ്പെടെ അവിടെ നിലവിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആർക്ക് വേണ്ടിയാണ് ഇവൻ ദ്രോഹം ചെയ്യാൻ തുടങ്ങിയെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാരും അറിയുന്നില്ല. അവിടെ നടക്കുന്ന നിലവിളി പോലും ഹല്ലേലൂയ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ജനം അറിയുന്നില്ല. ഈ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഹല്ലേലൂയ ഈ കൈപ്പത്തി പോയതായിരിക്കുന്ന വ്യക്തിയെ കൊണ്ട് വന്ന കൂട്ടുകാര് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അതിനുശേഷം ചിലർ അറിയാനായിട്ട് അന്വേഷിക്കാൻ അവിടെ വന്നവരുടെ വിവരങ്ങളാണ് അല്ലെങ്കിൽ പിന്നീട് അറിഞ്ഞതായിരിക്കുന്ന വിഷയം. ഞാൻ ഓർപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിന് ഒരു മറുപടി ആ നിലയിൽ നമുക്ക് ലഭിക്കാനിടയാകും. അതുകൊണ്ട് ഒന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും ഒരു മയക്കം വരാൻ അനുവദിക്കരുത്, ഒരു ക്ഷീണം വരാൻ അനുവദിക്കരുത്, ഒരു കോട്ടുവായി വരുവാൻ അനുവദിക്കരുത്. അല്ലെങ്കിൽ അങ്ങനൊരു ക്ഷീണം നമ്മുടെ പ്രാർത്ഥനയിൽ വരുവാൻ ഇടയായാൽ എഴുന്നേറ്റ് അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യഭാഷയിൽ ദൈവത്തെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ നമ്മളെ ക്ഷീണിപ്പിക്കാൻ നോക്കുന്നതായ ആ പൈശാചികമായ ശക്തിയെ ആത്മാവിന്റെ ബലത്താൽ നമുക്ക് തകർക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ ആത്മാവിന്റെ ബലത്താൽ അല്ലെങ്കിൽ നമുക്കെതിരായി വരുന്നതായ ഈ പോരാട്ടത്തെ തകർക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം പിന്നീട് മറുപടി തന്ന് നമ്മെ ബലപ്പെടുത്താൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനയിൽ ഒന്ന് നാം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എസ്തേറും കൂട്ടരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഒന്ന് അവർ ഭക്ഷണം ഭൗതികമായിട്ട് അവർ ഉപേക്ഷിച്ചു. രണ്ട് അവര് അല്ലെങ്കിൽ ദാഹിക്കുന്ന ദാഹജലം പോലും അവരെന്ത് ചെയ്തു? 3 ദിവസം എന്ത് ചെയ്തെന്നാ? 3 ദിവസം രാവും പകലും തിന്നുകയോ രാവും പകലും. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ തയ്യാറാകും. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഭക്ഷണം, നമ്മുടെ പിതാക്കന്മാരുടെ കാലമൊക്കെ അവർ ഭക്ഷണം കഴിച്ചത് ഒരു ദിവസം 2 പ്രാവശ്യവും 1 പ്രാവശ്യമൊക്കെയാണ്. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതി നോക്കിയേ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. പ്രാർത്ഥനയുടെ രീതി ഇതുണ്ടോ? കാലത്ത്, ഉച്ചയ്ക്കും, വൈകിട്ടും. അവൻ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോണം ചുരുങ്ങിയത് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കുകയും കൂടെ വേണം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി പോട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചിട്ട് ഇതിനിടയ്ക്ക് എവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും? ഇല്ലയോ? തട്ടുന്ന കാര്യത്തിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? വല്ല ബുദ്ധിമുട്ടുമുണ്ടോ?
ഈ ഭക്ഷണത്തോടുള്ളതായിരിക്കുന്ന ആർത്തി കൂടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് എല്ലാവരും രോഗികളല്ലേ? ഇന്ന് ആർക്കാ രോഗമില്ലാത്ത? ആരെ ഒന്ന് പരിശോധിച്ചിരുന്നാലും എല്ലാവർക്കും രോഗമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ തൊട്ട് 90-100 വയസ്സ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പഴയ ആളുകളാണ്. ഇപ്പോഴ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ. നമ്മൾ ചിന്തിച്ചു നോക്കിയിരുന്നാൽ ഇന്ന് കൂടുതലും മരണത്താൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കന്മാരാ. നമ്മൾ ശ്രദ്ധിക്കണം. എവർക്കുള്ളതായിരിക്കുന്ന അമിതമായ ഭക്ഷണവും അതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ കൊടുത്ത് ഈ ജഡത്തെ എന്ത് ചെയ്യുക? അങ്ങ് ബലപ്പെടുത്താൻ നോക്കുക. പക്ഷേ ഇത് രോഗമായിട്ടാണ് വരുന്നത്. അല്ലല്ലിയ. എന്നാൽ ഉപവസിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായ ഈ ദുർമേധസ്സുകളൊക്കെ അല്ലെങ്കിൽ അത് മാറ്റി നമുക്ക് നല്ല രക്തത്തെ ദൈവം ദാനമായിട്ട് തരും. അല്ലല്ലിയ. അപ്പം നമ്മുടെ രക്തശുദ്ധീകരണവും ഉണ്ടാകും, ആരോഗ്യവും നമുക്ക് വീണ്ടെടുക്കും. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഭാവിക്ക് നേരെയോ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നേരെയോ പോരാടുന്ന പോരാട്ടങ്ങളായി പൈശാചികം കൊണ്ടുവച്ചിരിക്കുന്നതായ പോരാട്ടങ്ങളുടെ മേലും നമുക്ക് ജയം പ്രാപിപ്പാനിടയാകും. അല്ലല്ലിയ. ഞങ്ങളൊക്കെ ഈ നിലയിൽ ശുശ്രൂഷിക്കുന്നത് അല്ലല്ലിയ 70-71 വയസ്സിപ്പോൾ എനിക്ക് പ്രായമുണ്ട്. അല്ലല്ലിയ. ഞാൻ ഓർപ്പിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയം എൻ്റെ ഈ വലത്തേക്കാലും മുടന്തനായിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ 12ാമത്തെ വയസ്സിൽ അല്ലല്ലിയ ഞാനൊരു മരത്തിൽ നിന്ന് ഒരു മരക്കൊമ്പുമായിട്ട് ഒടിഞ്ഞ് താഴെ വീഴാനിടയായി. ആ മരക്കൊമ്പ് എൻ്റെ വലത്തെ കാലിൽ വീണ് എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെയും മുട്ടിന് മുകളിലും 2 ഒടിവുകൾ സംഭവിച്ചു. എൻ്റെ അപ്പന്മാർ മുഴുവനും വൈദ്യന്മാരാ, നാട്ടുവൈദ്യന്മാരാ. എൻ്റെ അപ്പൻ എന്നെ താങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കിടക്കയിൽ കിടത്തിയിട്ട് ഈ പഴയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തി. എന്ന് പറഞ്ഞിരുന്നാൽ ഈ കവിളി മടലിൻ്റെ പുറന്തോടൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് അത് ബാൻഡേജൊക്കെ കെട്ടി 40 ദിവസം കട്ടിലയിൽ ഒരൊറ്റ കിടപ്പ് കിടത്തി. 40ാമത്തെ ദിവസം കഴിഞ്ഞ് എൻ്റെ കെട്ടടിച്ചപ്പോൾ കാല് വളഞ്ഞിരിപ്പുണ്ട്. അതിന് നൂത്ത് വന്നില്ല. ഞാൻ എൻ്റെ ITI പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഗുജറാത്തിൽ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഞാനൊരു മുടന്തനായിട്ടാണ് പോയത്. ഗുജറാത്തിൽ വെച്ചാണ് എൻ്റെ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചത്. അന്നാണ് എനിക്ക് പാപബോധമുണ്ടായത്. ഞാനൊരു മർത്തോമാക്കാരനാണെന്നുള്ള അഭിമാനത്തിൽ പോയ ഞാനൊരു പാവിയാണെന്നുള്ള ബോധ്യം ഗുജറാത്തിൽ വെച്ചാണ് ദൈവം എനിക്ക് തന്നത്. അന്ന് ആ ബോധ്യം എനിക്ക് വന്നപ്പോൾ അല്ലല്ലിയ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നതായിരിക്കുന്നത്. ഞാൻ ബൈബിൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ വായിക്കാറില്ല. എന്നാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു മുടന്തനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അല്ലല്ലേ ഒറ്റയ്ക്ക് ഒരു കാല് മടക്കിയിട്ട് ഒരു കാല് വളച്ചിട്ടിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ ഞാൻ താഴെ ഇരുന്ന് ബൈബിൾ വായിക്കാൻ, ഉൽപ്പത്തി പുസ്തകം വായിക്കാൻ തുടങ്ങി. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ നടന്ന ഓപ്പറേഷനെ കുറിച്ച് ഞാൻ വായിച്ചു. ആദാമിന് ഒരു ഗാഢനിദ്ര ദൈവം വരുത്തി. അപ്പോൾ അൻസേഷ്യ എവിടെയാണ് കണ്ടുപിടിച്ചത്? മയക്കാനുള്ള ട്രീറ്റ്മെന്റ് എവിടെയാണ് ഉണ്ടായത്? ഞാൻ മനസ്സിലാക്കി, എൻ്റെ ദൈവമാണ് അല്ലല്ലേ ആദ്യം മയക്കാനും ഓപ്പറേഷൻ നടത്താനും പഠിപ്പിച്ചത്. നല്ലൊരു ഡോക്ടറെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രൈസലോ. ഇത് തിരിച്ചറിഞ്ഞു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനത് വായിച്ചപ്പോൾ എൻ്റെ കാലിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഈ കാലിലേക്ക് കരം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ണുനീരോട് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ അല്ലെ എൻ്റെ കാലിലേക്ക് കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവേ, ഞാൻ കഴിഞ്ഞ നാൾ വരെ ഒരു പാവിയായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ നീ ഒരു സൗഖ്യദായകനെന്ന് അറിയത്തില്ലായിരുന്നു. എന്നെ സൃഷ്ടിച്ചവനാണെന്ന് എനിക്ക് ബോധ്യമില്ലായിരുന്നു. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരകനാണെന്നൊരു ബോധ്യം എനിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് പാപബോധം ദൈവമേ നീ തന്നല്ലോ. അല്ലല്ലോ, ഞാനൊരു കുറ്റബോധമുള്ളവനായി തീർന്നപ്പോൾ എൻ്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു തന്നെങ്കിൽ എൻ്റെ ഈ പ്രശ്നത്തിന്, എൻ്റെ ഈ മുടന്തിനൊരു മാറ്റം ദൈവം വരുത്തണം. അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിലെ ഓപ്പറേഷൻ ഈ വാരിയൽ എടുത്തവൻ നീയാണെങ്കിൽ എൻ്റെ കാലിൻ്റെ മുടന്ത് അവിടുത്തെ കരമൊന്ന് തൊടണം. ഞാൻ ഒറ്റയ്ക്കിരുന്ന ബാച്ചിലേഴ്സ് ആയിട്ട് ഞാൻ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് റൂമിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങി. ഒരു കൊച്ചു കുഞ്ഞ് വിശന്ന് പാലിന് കരയുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തോട് കരയാൻ തുടങ്ങി. ആ കരച്ചില് വലിയ ശബ്ദമായി മാറി. ആ വലിയ ശബ്ദം ശക്തമായി ഇടിമിൻ വെട്ടുന്നത് പോലെ അഭിഷേകത്തിന്റെ ശക്തി അന്ന് തന്നെ എൻ്റെ ശിരസിലേക്ക് ഇറങ്ങി വരുവാനിടയായി. ഈ അഭിഷേകത്തിന്റെ ശക്തി എന്നിലേക്ക് വ്യാപരിപ്പാനിടയായപ്പോൾ അല്ലല്ലേ എൻ്റെ കാല് ഫാന്റെ പങ്ക കറങ്ങുന്നതുപോലെ കറങ്ങാൻ തുടങ്ങി. ഈ വളഞ്ഞു കിടന്ന കാല് അല്ലല്ലേ ഈ അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ ഉച്ചി തൊട്ട് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ശക്തി എൻ്റെ കാലിൽ
കാലിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അല്ലെങ്കിൽ എൻ്റെ കാല് പമ്പരം പോലെ കറങ്ങാൻ തുടങ്ങി. വളഞ്ഞു കിടന്ന മുടന്തനായിരുന്ന എൻ്റെ കാലിൻ്റെ രണ്ടൊടുവുകളുള്ള വളവ് അല്ലെങ്കിൽ പമ്പരം പോലെ കറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 5 മിനിറ്റ് നേരത്തെ കറക്ക് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇത് സ്റ്റഡിയായി വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാദമുയർത്തി അല്ലെങ്കിൽ സ്റ്റഡിയായിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ ഞാൻ 27 വർഷത്തോളം സൈക്കിൾ ചവിട്ടിയാണ് ശുശ്രൂഷ ചെയ്യുവാൻ പോയത്. അതേക കുന്നുമലകൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ പുറകിൽ വെച്ചുകൊണ്ട് മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്ന് മലകൾ ചവിട്ടിക്കയറുവാൻ ദൈവം എനിക്ക് എൻ്റെ കാലുകൾക്ക് ബലം തരുവാനിടയായി. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയിൽ വിടുതൽ സംഭവിക്കും. അല്ലെങ്കിൽ അസാധ്യമെന്ന് കാണുന്നതായ ഏത് വിഷയമാണെങ്കിലും നീ ഉപവസിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറായ, നീ ദൈവത്തോട് പൂർണ്ണമായി നിന്റെ ഹൃദയം അടുപ്പിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറായ, നിന്റെ വിഷയം ഏത് വലിയ വിഷയമാകട്ടെ ആ വിഷയത്തിന് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കടന്ന് കർത്താവിനോട് കൂടുതൽ വിശ്വസിക്കാനിടയാകുന്നത്. ഞാനിപ്പോൾ 71 വയസ്സുള്ളപ്പോഴും ഞാൻ ഇന്ന് വരെ ഒരു മരുന്നിനെ ആശ്രയിക്കാൻ പോയിട്ടില്ല. ഞാൻ കർത്താവിൻ്റെ ദാസനോട് ഇങ്ങനെ പറയാനിടയായി. ഞാൻ മാവേലിക്കരയിൽ ഒരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ നീണ്ട ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ആ സഭയിൽ തുടർമാനമുള്ള ശുശ്രൂഷകൾ, കൺവെൻഷൻ, സെൻറ്ററിൻ്റെ കൺവെൻഷൻ, ലോക്കൽ സഭയുടെ കൺവെൻഷൻ, യുവജനങ്ങളുടെ കൺവെൻഷൻ, പിന്നെ അവിടെ VBSൻ്റെ ക്ലാസ് 2 ആഴ്ചയോളം VBSൻ്റെ ക്ലാസ്. അവിടെ ഹൈന്ദവ ഭാഗത്തു നിന്നും സമുദായത്തിൽ നിന്നും ഒക്കെ കുഞ്ഞുങ്ങൾ ഏതാണ്ട് 1200 കുഞ്ഞുങ്ങൾ VBSനും വരും. നീണ്ട ദിവസം വിശ്രമമില്ലാതെ ശുശ്രൂഷിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും എനിക്ക് ഡയബറ്റിക് എന്നായിരിക്കുന്ന രോഗം പിടിപെട്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ബോഡി വെയിറ്റ് കുറഞ്ഞു, എനിക്ക് മസിൽ പെയിനായി, വളരെ പ്രയാസമായി. ചർച്ചിൻ്റെ ട്രഷറർ എന്നെ നിർബന്ധിച്ച് പാസ്റ്റർച്ചാന് എൻ്റെ വണ്ടിയെ കയറണം, ഇന്നടം വരെ വരണമെന്ന് പറഞ്ഞു, മാവേലിക്കര വരെ വരണമെന്ന് പറഞ്ഞു. എന്നെ വണ്ടിയെ കയറ്റി അങ്ങനെ കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോകുന്നതെന്നൊന്നും ഇദ്ദേഹം പറയുന്നില്ല. മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ലാബിൽ എന്നെ കൊണ്ടുചെന്ന് അവിടെ ഇറക്കിയിട്ട് എന്നോട് പറഞ്ഞു, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം, യൂറിൻ നോക്കണം, BP നോക്കണം. ഇതെല്ലാം നോക്കിയപ്പോൾ ബ്ലഡ് ഷുഗറിൻ്റെ കൗണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് നോക്കിയപ്പോൾ 530 ബ്ലഡ് ഷുഗർ. പ്രൈസ് ദി ലോർഡ്. അതിന് അടുത്ത് BP നോക്കിയപ്പോൾ എൻ്റെ ബ്രെയിൻ പൊട്ടിപ്പോകത്തക്ക നിലയിൽ അല്ലെങ്കിൽ BP ഹൈ ആയി നിൽക്കുകയാണ്. എനിക്ക് മസിൽ പെയിനുണ്ട്, വളരെ എനിക്ക് മുൻപോട്ട് നടക്കാൻ വയ്യാത്ത, എനിക്ക് കാല് വേച്ച് പോകുന്നുണ്ട്. ഈ സ്ഥിതിയിൽ അടുത്ത ദിവസമായപ്പോൾ എൻ്റെ റിസൾട്ട് വന്ന് അടുത്ത ദിവസം ഞാൻ ചർച്ചിലൊരു പ്രാർത്ഥനയ്ക്ക് കയറിപ്പോയിട്ട് തിരിച്ച് ഹോളടച്ച് പുറകോട്ട് കാല് വെച്ച് അപ്പുറത്തുനിന്നൊരു സഹോദരൻ, ഓർത്തഡോക്സുകാരനൊരു സഹോദരൻ വിളിക്കുമ്പോൾ ഞാൻ പുറകോട്ട് കാല് വെച്ചിറങ്ങുമ്പോൾ പഴയ ഒരു എരുത്തിലിൻ്റെ പട്ടിക ഇളവി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ പട്ടികയിലേക്ക് എൻ്റെ കാല് പോയി. എൻ്റെ കാല്, എൻ്റെ തള്ളവിരൽ പൊത്ത് 1/2 ഇഞ്ചോളം ഒരു തുരുമ്പി ചാണി കൊണ്ടുകയറാനിടയായി. അങ്ങനെ സെപ്റ്റിക്കാകത്തക്ക നിലയിലും ഈ ഷുഗർ കൂടിയത്തക്കതായിരിക്കുന്ന നിലയിലും ഒരു നിലയിൽ ആശാരി ഉപദേശി അന്ന് ആണി കൊണ്ട് മരിച്ചതായിരിക്കുന്ന സമയം കൂടിയാണ്. എന്നെ പലരും അസൗകര്യപ്പെടുത്തി, പലരും ഭയപ്പെടുത്തി. എന്നാൽ ദൈവത്തുള്ള ധൈര്യത്തിൽ എൻ്റെ മുടന്തു മാറ്റിയ ദൈവം, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകിയ ദൈവം എൻ്റെ ദൈവമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവം ഏത് വിഷയത്തിലും എനിക്ക് പരിഹാരം തരാൻ എൻ്റെ ദൈവം ശക്തനെന്ന് വിശ്വസിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നപ്പോൾ ഞാൻ ഇന്നുവരെ ഇപ്പോഴേതാണ്ട് 2-2.5 വർഷമായി എൻ്റെ ബ്ലഡ് ഞാൻ ചെക്ക് ചെയ്യാൻ ഇടയായിട്ടില്ല. അല്ലെങ്കിൽ ശരീരത്തിൽ അല്പമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആത്മാവിൽ അങ്ങ് പ്രാർത്ഥിച്ച് ബലപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് കർത്താവ് അല്ലെങ്കിൽ ധൈര്യം തരും, ഞാൻ മുൻപോട്ട് യാത്ര ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഏകാഗ്രത ഉണ്ടായിരിക്കണം. അവിടെ അല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയം പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. വായിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ 3 ദിവസത്തേക്ക് എന്ത് ചെയ്യരുത്? തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. അപ്പം ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഉപവാസമാ ശരിയായ ഉപവാസം എന്ന് പറയുന്നത്. അല്ലാതെ തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്നു, തോന്നുമ്പോൾ ഒന്ന് ഇരുന്നു, തോന്നുമ്പോൾ ഒന്ന് കൈയടിച്ചു, തോന്നുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു, തോന്നുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു, ഇതിനിടയ്ക്ക് മൊബൈൽ വന്നിരുന്നാൽ ഓടുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, വരുന്നു, ഇരിക്കുന്നു. ഇതല്ല പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് ക്രമീകരണം ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയിൽ ശുദ്ധീകരണം ഉണ്ടാകണം.
ഏറ്റുപറച്ചിലുണ്ടാകണം. ഉപവാസ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം ഒരു സഭയിൽ നടന്നില്ലെങ്കിൽ അവിടെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, അവിടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവദാസന്മാർ ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ ദൈവജനം പൂർണ്ണമായി സമയം വേർതിരിച്ച് ഭക്ഷണം ഉപേക്ഷിച്ച് പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൽ ആത്മാവിൻ്റെ ബലത്തിനും നമ്മുടെ വിഷയത്തിൻ്റെ വിടുതലിനും വേണ്ടി ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ഉപവസിപ്പാൻ തയ്യാറാകണം. അങ്ങനെ മുൻകാലങ്ങളിൽ ഉപവസിച്ച സഭകൾ ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടുവാനിടയായിട്ടുണ്ട്. അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ അനുഭവത്തോടെ സമയം പോയതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരിടത്ത് ചില ദിവസങ്ങൾ ഉപവസിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്ന് മക്കൾ ആംബുലൻസിൽ കൊണ്ട് ഓടുകയാണ്. അപ്പോൾ അന്ന് സഭായോഗം നടക്കുന്ന ദിവസമായിരുന്നു. വിശ്വാസിയായ ഒരു പിതാവ് അദ്ദേഹം മക്കളോട് പറഞ്ഞു, എടാ പിള്ളാരെ, നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ജഡം തിരികെ കൊണ്ടുവരാൻ നിൽക്കാതെ ഇവിടെ ആരാധനയുള്ള ഏതെങ്കിലും ചർച്ചിലോട്ട് തന്നെ ഒന്ന് കൊണ്ട് കേട്ടടാന്ന് ആ വിശ്വാസമുള്ള പിതാവ് പറഞ്ഞു. അല്ലല്ലിയ, ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലല്ലിയ അവിടേക്ക് ഈ ആംബുലൻസ് മക്കൾ പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോകണ്ട, അവിടോട്ടങ്ങ് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ഈ ആംബുലൻസ് അല്ലെങ്കിൽ ചർച്ചിലേക്ക് വന്ന് നിർത്തിയിട്ട് ഈ പിതാവിനെ ആലയത്തിലേക്ക് അങ്ങ് കയറ്റി മക്കൾ പിടിച്ചു കയറ്റി കൊണ്ടുവന്ന് കസേലയിൽ ഇരുത്തിയ മാത്രമേ ഉള്ളൂ. അന്ന് അവിടെ അല്ലെങ്കിൽ ശുശ്രൂഷ നടക്കുമ്പോൾ ഈ പിതാവ് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ പൂർണ്ണമായി സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അറ്റാക്കുകൾ മാറ്റാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവത്തിന് കഴിയുന്നു. അല്ലെങ്കിൽ എത്ര പേരാണ് ഇത് വിശ്വസിക്കാൻ കഴിയുന്നത്? എത്ര പേർക്ക് അല്ലെങ്കിൽ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല, പ്രാർത്ഥനയാൽ അല്ലെങ്കിൽ മറുപടി കിട്ടാത്ത ഒരു കാര്യമില്ല. നമ്മൾ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ അത്രമാത്രം നമുക്ക് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയും. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ വിടുതലിന് വേണ്ടി ഉള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടത് 3 ദിവസം. കാരണം യഹൂദ വംശത്തിനു നേരെ ഒരു ഹാമാൻ അല്ലല്ലേ ഉയർന്നു വന്നിരിക്കുക, നിയമം പ്രഖ്യാപിച്ചിരിക്കുക. ഈ വംശത്തെ മുഴുവനും മുടിച്ചു കളയുവാൻ അല്ലല്ലേ ഒരു നിയമം വന്നിരിക്കുക. എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഒരു എസ്തേർ രാജസന്നിധിയിൽ വരുവാനിടയായപ്പോൾ അവർ ദൈവമുള്ള ദൈവപൈതല, പ്രൈസ് ദി ലോർഡ്, അവൾ പ്രാർത്ഥിക്കുന്ന ദൈവപൈതല, അവൾ ഉപവാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ദൈവപൈതല. അവളെ ആ ദൈവം രാജസ്ഥാനിലേക്ക് കൊണ്ടുവന്ന് ഒരു വസ്തിയെ മാറ്റിയിട്ട് മറ്റ് സ്ഥാനത്ത് ഒരു രാജകീയ സ്ഥാനത്തേക്ക് മറ്റൊരുത്തിയെ കൊണ്ടുവരുവാൻ ദൈവം പദ്ധതി കൊണ്ടുവന്നതിന്റെ കാരണം അല്ലല്ലേ ദൈവജനത്തിന്റെ വിടുതലാണ് കാരണമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്ലല്ലേ ദൈവജനം ഒരുമിച്ച് ഉപവസിക്കാൻ തയ്യാറായാൽ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നമ്മൾ ഉപവസിക്കുന്ന വിഷയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലാകട്ടെ നമ്മുടെ സഭയിലാകട്ടെ നമ്മൾ ഉപവസിക്കുന്ന വിഷയത്തിന് ദൈവം അത്ഭുതമായി വിടുതൽ തരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉപവാസം ഒരു ചടങ്ങാകരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ ഉപവാസം വെറുതെ മെനക്കേടാകരുത്. നമ്മുടെ ഉപവാസം അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന സമയമായി മാറ്റണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ വേർതിരിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ 4 കാര്യങ്ങൾ 6 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. അത് വ്യക്തമായി അല്ലെങ്കിൽ കർത്താവിന് അവസരം തരുന്നെങ്കിൽ അല്ലെങ്കിൽ ആയുസ് തരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെയും വന്ന് അല്ലെങ്കിൽ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ റെഫറൻസ് സഹിതം അല്ലെങ്കിൽ പറയാം. ഇന്ന് രാത്രിയിൽ എനിക്ക് തിരികെ പോകേണ്ടത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. എനിക്ക് അവസരം ഒരുക്കി തരികയും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ദാസനോടും അല്ലെങ്കിൽ ദാസന്മാരോടും പ്രത്യേക ദൈവസഭയോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ വല്ലപ്പോഴുമെങ്കിലും ഞങ്ങളെയും കൂടി ഓർക്കുവാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം,
ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവനവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ കർത്തനെ, നല്ലവനവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനൻ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവനവൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവനവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ